നമസ്കാരം. നമുക്കറിയാം, ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പരീക്ഷകളെല്ലാം മാറ്റിവെച്ചിരിക്കുകയാണ്. നമ്മുടെ ബയോളജി പരീക്ഷയും അനിശ്ചിതമായി നീട്ടിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല പാഠഭാഗങ്ങളും പലരും മറന്നു കാണും. ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഓരോ ചാപ്റ്ററിലെയും പ്രധാന ഭാഗങ്ങൾ നമുക്ക് ഒരു റിവിഷനായി കണ്ടു നോക്കാം. ആദ്യം പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമതായി കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് സെലക്റ്റഡ് ബൈ മെൻഡൽ ഇൻ പീ പ്ലാന്റ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ മെൻഡൽ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് നടത്തിയിരിക്കുന്നത് പൈസം സറ്റൈവം എന്ന പീ പ്ലാന്റിലാണ്. പീ പ്ലാന്റിൽ അദ്ദേഹം കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് 7 പെയർ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകളാണ്, സ്വഭാവങ്ങളാണ് അദ്ദേഹം പഠിച്ചത്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. അതിൽ സീഡ് ഷേപ്പിൽ റൗണ്ട് ഷേപ്പാണ് ഡോമിനൻറ്റ്, എന്നാൽ റിങ്കിൾഡ് ഷേപ്പാണ് റിസസീവ്. ഇതുപോലെ സീഡ് കളർ ആണെങ്കിൽ യെല്ലോ ഡോമിനൻറ്റ്, ഗ്രീൻ റിസസീവ്. ഫ്ലവർ കളർ വയലറ്റ് ഈസ് ഡോമിനൻറ്റ്, വൈറ്റ് ഈസ് റിസസീവ്. പോട്ട് ഷേപ്പ് ആണെങ്കിൽ ഇൻഫ്ലേറ്റഡ് അഥവാ ഫുൾ, അതാണ് ഡോമിനൻറ്റ്, കൺസ്ട്രിക്റ്റഡ് ആണ് recessive. Pod color green is dominant and yellow is recessive. Flower position axial is dominant and terminal position of flower is recessive. പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ സ്റ്റെം ഹൈറ്റ്, ടോൾനെസ് ആണ് ഡോമിനൻറ്റ് ക്യാരക്ടർ, ഡ്വാർഫ്നെസ് ആകട്ടെ അത് റിസസീവ് ക്യാരക്ടർ. അടുത്തതായി ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് പ്രധാനമായും ടെസ്റ്റ് ക്രോസിനെ പറ്റി. ഒരു സ്റ്റേറ്റ്മെൻറ്റ് സാധാരണ കൊടുക്കാറുണ്ട്: ഓൾ ബാക്ക് റോസസ് ആർ നോട്ട് ടെസ്റ്റ് ക്രോസസ് ബട്ട് ഓൾ ടെസ്റ്റ് ക്രോസസ് ആർ ബാക്ക് റോസസ്. എന്താണ് ഇതിന് കാരണം? നിങ്ങൾക്കറിയാം. അതായത് F1 പ്ലാന്റിൻ്റെ ജീനോടൈപ്പ് അറിയാൻ, ഡോമിനൻറ്റ് ഫിനോടൈപ്പ് കാണിക്കുന്ന F1 പ്ലാന്റിൻ്റെ ജീനോടൈപ്പ് അറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു ക്രോസ് ആണ് ടെസ്റ്റ് ക്രോസ്. അപ്പോൾ അതിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഉദാഹരണമാണ്, ഫ്ലവർ കളർ വെച്ചുകൊണ്ടുള്ള ഒരു ഉദാഹരണം. ഈ ഉദാഹരണത്തിൽ വളരെ വ്യക്തമാണ്, ഡോമിനൻറ്റ് ഫിനോടൈപ്പ് അതായത് വയലറ്റ് കളർ കാണിക്കുന്ന ആ ഒരു പ്ലാന്റിനെ അതിൻ്റെ റിസസീവ് പാരൻ്റായിട്ട് ക്രോസ് ചെയ്യുന്നു. റിസസീവ് പാരൻ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്മോൾ w. അതായത് ഈ ഡോമിനൻറ്റ് ഫിനോടൈപ്പ് കാണിക്കുന്ന പ്ലാന്റിൻ്റെ ജീനോടൈപ്പ് നമുക്കറിയില്ല. അത് ക്യാപിറ്റൽ W ആകാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ W സ്മോൾ w ആകാം. അതായത് ഹോമോസൈഗസ് ഡോമിനൻറ്റോ അല്ലെങ്കിൽ ഹെട്രോസൈഗസോ ആകാം, നമുക്കതറിയില്ല. പക്ഷേ ടെസ്റ്റ് ക്രോസ് ചെയ്യുന്നത് വഴി അതിൻ്റെ റിസൾട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻ്റർപ്രിട്ടേഷൻ അഥവാ ഒരു അനുമാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതായത് ഹോമോസൈഗസ് ഡോമിനൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും റിസൾട്ട്? എല്ലാ ഫ്ലവേഴ്സും വയലറ്റ് ആയിരിക്കും ഈ ക്രോസ് വഴി. എന്നാൽ ഹെട്രോസൈഗസ് കണ്ടീഷൻ ആണെങ്കിലോ ഹാഫ് ഫ്ലവേഴ്സ് വയലറ്റും ഹാഫ് ഫ്ലവേഴ്സ് വൈറ്റുമായിരിക്കും. അപ്പോൾ ഇത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ടെസ്റ്റ് ക്രോസ് എന്നും അതുപോലെ ഏതെങ്കിലും ഒരു ക്രോസ് കൊടുത്ത് ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ എന്താണ് ടെസ്റ്റ് ക്രോസ് എന്നും സാധാരണ നിലയിൽ അവർ ചോദിക്കാറുണ്ട്. അടുത്തതായി ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന പ്രതിഭാസത്തെക്കുറിച്ച്. എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്? സാധാരണ ഒരു F1 പ്ലാന്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് പാരൻസിൻ്റെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ വരാറുണ്ട്. പക്ഷേ ഇവിടെ തീർത്തും വ്യത്യസ്തമായ ഒരു കാര്യം നടക്കുന്നു. അതായത് ആൻഡിറിനം എന്ന ആ ഒരു ചെടിയിൽ വെളുത്ത പൂക്കളുള്ള ആൻഡിറിനം ചെടിയും ചുവന്ന പൂക്കളുള്ള ആൻഡിറിനം ചെടിയും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പിങ്ക് നിറത്തിലുള്ള ഫ്ലവേഴ്സ് ഉള്ള ആൻഡിറിനം ചെടിയാണ് അവിടെ കിട്ടുന്നത്. അതായത് ഈ പിങ്ക് ക്യാരക്ടർ, പിങ്ക് കളർ എന്ന് പറയുന്നത് അവിടെ പാരൻസിനൊന്നും തന്നെ ഉണ്ടായിരുന്ന ഒരു ഫീച്ചറല്ല. സോ F1 ഈസ് ഹാവിങ് എ ഫിനോടൈപ്പ് വിച്ച് ഡു നോട്ട് റിസംബിൾ എയ്തർ ഓഫ് ദെയർ പാരൻസ്. അതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല സാധാരണ നിലയിൽ ചോദിക്കുന്നത് ഇത്തരം പ്രതിഭാസത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് എന്താണ് പ്രതിഭാസം എന്ന് നെയിം ചെയ്യാൻ ചോദിക്കും. കൂടാതെ അവിടെ അതിൻ്റെ F2 ജനറേഷനിലുള്ള പ്ലാന്റ്സിൻ്റെ ജീനോടൈപ്പ് ഫിനോടൈപ്പ് എല്ലാം എഴുതുക, ഒരു പുന്നറ്റ് സ്ക്വയർ ഉപയോഗിച്ച് എഴുതുക.
ഇതും ഒരു ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ഇതുകൂടാതെ F2 ജനറേഷനിൽ ലഭ്യമാകുന്ന പ്ലാന്റ്സ് വെച്ച് അവയുടെ ഫിനോടൈപ്പിക് റേഷ്യോയും ജീനോടൈപ്പിക് റേഷ്യോയും നമ്മളിവിടെ എഴുതാൻ അവർ ചോദിക്കുന്നു. വളരെ എളുപ്പമാണ്, മനഃപ്പാഠമായി പഠിക്കാൻ വളരെ എളുപ്പമാണ്. 1:2:1 അതാണ് ഫിനോടൈപ്പിക് റേഷ്യോ. ജീനോടൈപ്പിക് റേഷ്യോവും അതുപോലെ തന്നെ 1:2:1, അതായത് 1 റെഡ് 2 പിങ്ക് 1 വൈറ്റ്. ഇവിടെ വളരെ വ്യക്തമാണ്. അതുപോലെ ജീനോടൈപ്പിക് റേഷ്യോ ആകുമ്പോൾ എന്താണ്? ക്യാപിറ്റൽ R 1, ക്യാപിറ്റൽ R സ്മോൾ r 2 ആൻഡ് സ്മോൾ r 1. അടുത്തതായി കോഡോമിനൻസിനെ കുറിച്ചാണ്. കോഡോമിനൻസ് എന്ന പ്രതിഭാസം തീർത്തും വ്യത്യസ്തമാണ്. ഇവിടെ എന്താണ്? F1 ജനറേഷൻ 2 പാരൻസിനെയും റിസംബിൾ ചെയ്യുന്ന ഒരു പ്രതിഭാസമാണിത്, ഒരു ഫിനോമിനയാണ് കോഡോമിനൻസ്. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ് ഇതിന് വളരെ നല്ല ഒരു എക്സാമ്പിളായി നമുക്ക് പഠിക്കാൻ പറ്റുക. ABO ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ അത് കൺട്രോൾ ചെയ്യുന്നത് ജീൻ I ആണ്, അതായത് ഐസോ അഗ്ലൂട്ടിനിൻ എന്ന് പറഞ്ഞ ജീൻ, I ജീനാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. 3 തരത്തിലുള്ള അലൈൽസ് ആണ് ഈ I ജീനുള്ളത്. ഏതൊക്കെയാണ് ആ 3 അലൈൽസ്? IA, IB ആൻഡ് സ്മോൾ i. ഇവിടെ ഇത് മറ്റൊരു മൾട്ടിപ്പിൾ അലൈലിസം എന്ന് പറഞ്ഞ ഒരു സ്ഥിതിവിശേഷത്തിന് കൂടെ എക്സാമ്പിളായി നമുക്ക് കരുതാവുന്ന, ആൻസർ ചെയ്യാവുന്ന ഒരു എക്സാമ്പിളാണ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്നതും നിങ്ങൾ മറക്കരുത്. അതായത് 3 അലൈൽസ് ആണ് ഇവിടെ ഒരു ക്യാരക്ടറിനെ തന്നെ നിർണ്ണയിക്കുവാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും കോഡോമിനൻസ് ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഫോർ മൾട്ടിപ്പിൾ അലൈലിസം. ഈ ടേബിൾ നിങ്ങൾ വ്യക്തമായി പഠിക്കണം. ഈ ടേബിൾ എന്താണ് സൂചിപ്പിക്കുന്നത്? എന്താണ് ബ്ലഡ് ഗ്രൂപ്പിങ്ങിൻ്റെ ജനറ്റിക് ബേസിസ് എന്നുള്ളത്. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധേയമായുള്ളത് എന്താണ്? യൂണിവേഴ്സൽ ഡോണർ ആണ് O ഗ്രൂപ്പ്, അതുപോലെ യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ആണ് AB ഗ്രൂപ്പ്. എന്തുകൊണ്ട് യൂണിവേഴ്സൽ ഡോണറായി O ഗ്രൂപ്പ് എന്നും എന്തുകൊണ്ടാണ് AB ഗ്രൂപ്പ് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ആയത് എന്നും നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ സെക്കൻഡ് ഇയർ ടോപ്പിക്കിൽ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം, പാരൻസിൻ്റെ ഫിനോടൈപ്പ് തരുന്നു. അതായത് സപ്പോസ് ഫാദർ ഈസ് A ഗ്രൂപ്പ്, മദർ ഈസ് B ഗ്രൂപ്പ്, ദെൻ അവരുടെ ഒരു പ്രോജനി O ഗ്രൂപ്പ് ആണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതുവഴി നമുക്ക് അവരുടെ ജീനോടൈപ്പുകൾ നമുക്ക് ഊഹിക്കാൻ സാധിക്കും. പിന്നീട് തുടർന്ന് അവർ ചോദിക്കുന്നത് എന്താണ്? വാട്ട് ആർ ദ പോസിബിൾ ഫിനോടൈപ്സ് ആൻഡ് ജീനോടൈപ്പ് ഓഫ് ദീസ് പാരൻസ്? ഇത് NCERT ബുക്കിലുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ വ്യക്തമായി പഠിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇത് മോഡിഫൈഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ യാതൊരു വിഷമവും ഉണ്ടാവുകയില്ല. ഓക്കെ, അടുത്തതായി ഡൈഹൈബ്രിഡ് ക്രോസ്. ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ പ്രധാനമായും ചോദിക്കുന്ന ഒന്ന്, വാട്ട് ആർ ദ 4 types of gametes associated with this dihybrid cross when we are doing the self pollination of the F1. F1ൻ്റെ സെൽഫ് പോളിനേഷൻ നടത്തുമ്പോൾ ലഭ്യമാകുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് കൺസിഡർ ചെയ്യേണ്ട 4 ടൈപ്പ് ഗെമീറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം. മറക്കരുത്. ക്യാപിറ്റൽ R ക്യാപിറ്റൽ Y, സ്മോൾ r സ്മോൾ y, ക്യാപിറ്റൽ R സ്മോൾ y ആൻഡ് സ്മോൾ r സ്മോൾ y. ഓക്കെ, സാധാരണ ചോദിക്കുക ഏതാണ്? ക്യാപിറ്റൽ R സ്മോൾ r ക്യാപിറ്റൽ Y സ്മോൾ y ഇൻറ്റു ക്യാപിറ്റൽ R സ്മോൾ r ക്യാപിറ്റൽ Y സ്മോൾ y. ഈ പർട്ടിക്കുലർ ക്രോസിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഗെമീറ്റ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? അപ്പോൾ തീർച്ചയായിട്ടും അത് ആൻസർ ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ ഇതിൻ്റെ ഫീനോടൈപ്പിക് റേഷ്യോ 9:3:3:1. ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ ഫീനോടൈപ്പിക് റേഷ്യോ നന്നായി പഠിച്ചു വയ്ക്കുക. ഇതിൽ 9 റൗണ്ട് യെല്ലോ, 3 റൗണ്ട് ഗ്രീൻ, 3 റിങ്കിൾഡ് യെല്ലോ ആൻഡ് 1 റിങ്കിൾഡ് ഗ്രീൻ. അങ്ങനെ 3 തരത്തിലുള്ള ഫിനോടൈപ്പുകളാണ് ഇവിടെ ഡൈഹൈബ്രിഡ് ക്രോസിന് നമുക്ക് ലഭ്യമാകുന്നത്. അടുത്ത ഒരു പാഠഭാഗം ക്രോമോസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ സട്ടൺ ആൻഡ് ബോവറി അവരാണ് pairing and separation of a pair of chromosomes will lead to the segregation of a pair of factors they carried. Factors എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ജീൻസ് ആണ്. സോ നിങ്ങൾക്കറിയാവുന്ന പോലെ സട്ടൺ യുണൈറ്റഡ് ദ നോളേജ് ഓഫ്
chromosomal segregation with Mendelian principles, and they called it as the chromosomal theory of inheritance. ഇതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന ഒന്നാണ്. ആരാണ് ക്രോമോസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പുട്ട് ഫോർവേഡ് ചെയ്തത്? ഉത്തരം സട്ടൺ ആൻഡ് ബവറി. അതുപോലെ തന്നെ മോർഗൻ്റെ വർക്കിനെ കുറിച്ച് അദ്ദേഹം വർക്ക് ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് എല്ലാം ഡ്രോസോഫില മെലനോഗാസ്റ്ററിലാണ്. നെയിം ഓഫ് ഓർഗാനിസം ചോദിക്കാം. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഡ്രോസോഫില ഈ എക്സ്പെരിമെൻറ്റിന് വേണ്ടി ചൂസ് ചെയ്തത്? ഈ ജനറ്റിക് എക്സ്പെരിമെൻറ്റുകൾക്കെല്ലാം തന്നെ ഡ്രോസോഫില മെലനോഗാസ്റ്റർ തിരഞ്ഞെടുക്കുന്നതിന് എന്താണ് കാരണം? ഇവിടെ കാരണങ്ങൾ ഒന്നൊന്നായി കൊടുത്തിരിക്കുന്നു, നിങ്ങൾക്കത് വായിക്കാവുന്നതാണ്. It could be drawn on simple synthetic medium in laboratory, and it is having a life cycle which will complete in 2 weeks. 2 ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ലൈഫ് സൈക്കിളാണ് അതിനുള്ളത്. വളരെ എളുപ്പത്തിൽ ലാബിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. അതുപോലെ ക്ലിയർ ഡിഫറൻഷിയേഷൻ ആണ്. അവരുടെ മെയിൽ ആൻഡ് ഫീമെയിൽ വളരെ ഡിസ്റ്റിങ്വിഷബിൾ ആണ്. വളരെ ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് മെയിൽ ഡ്രോസോഫിലയ്ക്കും ഫീമെയിൽ ഡ്രോസോഫിലയ്ക്കും ഉള്ളത്. ഇതുപോലെ തന്നെ ഇറ്റ് ഹാസ് മെനി ടൈപ്സ് ഓഫ് ഹെറിഡിറ്ററി വേരിയേഷൻ. ഇതുകൂടാതെ വളരെ ഒട്ടനവധി ഹെറിഡിറ്ററി വേരിയേഷൻസും അടങ്ങുന്ന ഒന്നാണ്. അതെല്ലാം തന്നെ ലോ പവർ മൈക്രോസ്കോപ്പിൽ നമുക്ക് കാണുവാനും സാധിക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഡ്രോസോഫിലയെ ജനറ്റിക് എക്സ്പെരിമെൻറ്റ്സിന് വേണ്ടി കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇത് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മോർഗൻ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റുകളെല്ലാം ഡ്രോസോഫിലയിൽ നടത്തിയത് കൂടുതലും സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അഥവാ ജീനുകൾ വെച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ക്രോസിനെ കുറിച്ച് ബുക്കിൽ പറയുന്നുണ്ട്. ഒരു ഡൈഹൈബ്രിഡ് ക്രോസ് അദ്ദേഹം നടത്തിയത് യെല്ലോ ബോഡീഡ് ആൻഡ് വൈറ്റ് ഐഡ് ഫീമെയിൽ ഡ്രോസോഫില. അതിനെന്തായിട്ടാണ് ക്രോസ് ചെയ്തത്? ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് മെയിൽ. ഇത്തരത്തിലുള്ളൊരു ഇൻ്റർ ക്രോസ് വഴി ലഭ്യമാകുന്ന F1-നെ തുടർന്നങ്ങോട്ട് F2 ജനറേഷൻ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം സെൽഫ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചത് എന്താണ്? സാധാരണ മെൻഡലിൻ്റെ ഒരു ക്രോസിൽ നമുക്ക് ലഭ്യമാകുന്ന ഫീനോടൈപ്പിക് റേഷ്യോ 9:3:3:1 എന്നുള്ളതാണ്. പക്ഷേ തീർത്തും വ്യത്യസ്തമായ ഒരു റേഷ്യോ ആണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഇതിൽ നിന്ന് അദ്ദേഹം ചില കൺക്ലൂഷനിലേക്ക് എത്തുകയായിരുന്നു. ഇവിടെയാണ് നമ്മൾ പ്രധാനമായും പഠിക്കുന്ന ലിങ്കേജ്, റീകോമ്പിനേഷൻ എന്നീ കൺസെപ്റ്റ്സ് എല്ലാം വരുന്നത്. ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം തിരഞ്ഞെടുത്ത ഈ ഡ്രോസോഫിലയുടെ ക്യാരക്ടേഴ്സ് എല്ലാം അടങ്ങിയിരിക്കുന്നത് എക്സ് ക്രോമോസോമിലാണ്. അദ്ദേഹം കണ്ടെത്തിയത് എന്താണ്? ദ പ്രൊപ്പോർഷൻ ഓഫ് ദ പാരന്റൽ ജീൻ കോമ്പിനേഷൻസ് were much higher than the non-parental type. അപ്പോൾ പാരന്റൽ കോമ്പിനേഷൻ ഉണ്ടാകുന്നതിന് പുറമേ നോൺ പാരന്റൽ കോമ്പിനേഷനും ഉണ്ടാകുന്നുണ്ട് എന്ന ഒരു വസ്തുതയാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഇവിടെ വളരെ വ്യക്തമായി നിങ്ങളോട് ചോദിക്കുന്നത് എന്താണ് ലിങ്കേജ് എന്നും എന്താണ് റീകോമ്പിനേഷൻ എന്നുള്ളതുമാണ്. എന്താണ് ലിങ്കേജ്? ലിങ്കേജിൻ്റെ ഡെഫിനിഷൻ വ്യക്തമായി അറിഞ്ഞിരിക്കുക. ലിങ്കേജ് ഈസ് ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് 2 ജീൻസ് ഇൻ എ ക്രോമോസോം. ഒരു ക്രോമോസോമിൽ തന്നെയുള്ള 2 ജീനുകളുടെ ഫിസിക്കൽ അസോസിയേഷൻ, അതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ലിങ്കേജ്. അതുപോലെ തന്നെ എന്താണ് റീകോമ്പിനേഷൻ? റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ദ ജനറേഷൻ ഓഫ് നോൺ പാരന്റൽ ജീൻ കോമ്പിനേഷൻ. നോൺ പാരന്റൽ ആയിട്ടുള്ള ജീൻ കോമ്പിനേഷൻസ്, പുതുതായി ഉണ്ടാകുന്ന നോൺ പാരന്റൽ ജീൻ കോമ്പിനേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീകോമ്പിനേഷൻ എന്ന്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, ലിങ്കേജ് വർദ്ധിക്കുന്നതിനനുസരിച്ച് റീകോമ്പിനേഷൻ കുറയുന്നു. അതുപോലെ ലിങ്കേജ് കുറയുന്നതിനനുസരിച്ച് റീകോമ്പിനേഷൻ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇത് സൂചിപ്പിക്കുന്ന 2 ക്രോസുകളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ക്രോസ് എയും ക്രോസ് ബിയും. മുൻപ് ഈ 2 ക്രോസും ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്ത് ചോദിച്ചിട്ടുള്ള വളരെ എളുപ്പമായ ഒരു ചോദ്യം ഇതായിരുന്നു: ഈ ക്രോസുകൾ ആരാണ് നടത്തിയത്? ഏത് ഓർഗാനിസമാണ് ഇവിടെ ഉപയോഗിച്ചത് എന്നൊക്കെ. നിങ്ങൾക്കറിയാം, മോർഗനാണ് ഡ്രോസോഫിലയിലാണ് നടത്തിയത്.
അതുപോലെ ഈ ക്രോസ് എയും ക്രോസ് ബിയും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വ്യക്തമാകുന്നു എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ചോദ്യത്തിന് ഉത്തരം വളരെ എളുപ്പമാണ്. ഈ ചിത്രത്തിൽ തന്നെ അത് വളരെ വ്യക്തമാണ്. അതായത് ക്രോസ് എയിൽ പാരൻ്റൽ ടൈപ്പായി 98.7ഉം റീകോമിനൻ്റ് ടൈപ്പ് 1.3%ഉമാണ്. എന്നാൽ ക്രോസ് ബിയിലാകട്ടെ പാരൻ്റൽ ടൈപ്പ് 62.8ഉം അതുപോലെ തന്നെ റീകോമിനൻ്റ് ടൈപ്പ് അതിൻ്റെ ശതമാനം, അതിൻ്റെ പെർസെൻറ്റേജ് 37.2ഉമാണ്. അതായത് ഇവിടെ ക്രോസ് എയെ അപേക്ഷിച്ച് ക്രോസ് ബിയിൽ റീകോമിനൻ്റ് ടൈപ്സിൻ്റെ പെർസെൻറ്റേജ് വർദ്ധിക്കുന്നതായി കാണാം. നിങ്ങൾക്ക് വളരെ വ്യക്തമാണ്, റീകോമിനൻ്റ് ടൈപ്സ് ക്രോസ് ബിയിൽ അധികമാണ്. എന്താണ് അതിന് കാരണം? ഞാൻ നേരത്തെ പറഞ്ഞു, റീകോമ്പിനേഷൻ വർദ്ധിക്കുന്നതിന് കാരണം വളരെ എളുപ്പമാണ്, ലിങ്കേജ് കുറയുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ ലിങ്കേജ് കുറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഈ രണ്ട് ജീനുകൾ തമ്മിലുള്ള ലിങ്കേജ് സ്മോൾ w സ്മോൾ m ഇവ തമ്മിലുള്ള ലിങ്കേജ് ഒന്ന് ബോഡി കളറിനും മറ്റൊന്ന് വിങ് സൈസിനെയും ഡിറ്റർമിൻ ചെയ്യുന്ന ജീനുകളാണ്. ഇവ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം എക്സ് ക്രോമോസോമിലാണ്. പക്ഷേ ഇവ തമ്മിലുള്ള അകലം വർദ്ധിച്ചിരിക്കുന്നതായി കാണാം. ഇവിടെ പക്ഷേ നോക്കൂ, ഈ രണ്ട് ജീനുകൾ തമ്മിലുള്ള അകലം കുറവാണ്. ജീനുകൾ തമ്മിലുള്ള അകലം കുറയുമ്പോൾ അവിടെ ലിങ്കേജ് കൂടുന്നു, റീകോമ്പിനേഷൻ കുറയുന്നു. ഒന്നുകൂടെ ശ്രദ്ധിക്കൂ, ജീനുകൾ തമ്മിലുള്ള അകലം കുറയുമ്പോൾ ലിങ്കേജ് വർദ്ധിക്കുന്നു, റീകോമ്പിനേഷൻ കുറയുന്നു. എന്നാൽ ജീനുകൾ തമ്മിലുള്ള അകലം വർദ്ധിക്കുമ്പോഴോ, ജീനുകൾ തമ്മിലുള്ള അകലം വർദ്ധിക്കുമ്പോൾ ലിങ്കേജ് കുറയുന്നു, ആ ജീനുകൾ തമ്മിലുള്ള ലിങ്കേജ് കുറയുന്നു. എന്നാലാകട്ടെ റീകോമ്പിനേഷൻ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഓക്കെ, നമുക്കിനി അടുത്ത കൺസെപ്റ്റിലേക്ക് കടക്കാം. സെക്സ് ഡിറ്റർമിനേഷൻ. സെക്സ് ഡിറ്റർമിനേഷൻ എന്ന പാഠ്യഭാഗത്ത് നിങ്ങൾ പഠിക്കുന്നത് എക്സ് ബോഡി അഥവാ ഇന്ന് നമ്മൾ പറയുന്ന എക്സ് ക്രോമോസോം അത് കണ്ടെത്തിയതും അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചതും ഹെങ്കിങ് എന്ന സയൻറ്റിസ്റ്റാണ്. ഇവിടെ രണ്ട് പ്രതിഭാസങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒന്ന് മെയിൽ ഹെട്രോഗമിയും മറ്റൊന്ന് ഫീമെയിൽ ഹെട്രോഗമിയും. എന്താണ് മെയിൽ ഹെട്രോഗമി? മെയിൽ വിൽ പ്രൊഡ്യൂസ് 2 types ഓഫ് ഗമീറ്റ്സ്. അതാണ് മെയിൽ ഹെട്രോഗമി. ഇവിടെ കാണാം, നിങ്ങൾക്ക് അറിയാം, മെയിൽ ഹെട്രോഗമിയിൽ 2 വ്യത്യസ്തമായ ഗമീറ്റുകളാണ് മെയിൽ ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ഫീമെയിൽ ഹെട്രോഗമിയിലാകട്ടെ ഫീമെയിലാണ് 2 വ്യത്യസ്തമായ ഗമീറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മെയിൽ ഹെട്രോഗമിക്ക് എക്സാമ്പിളായി പറയുന്നത് എക്സോ എക്സ് ടൈപ്പ്. ഇവിടെ മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമീറ്റുകൾ 50% വിൽ ഹാവ് എക്സ് ക്രോമോസോം, 50% വിൽ ഹാവ് നോ എക്സ് ക്രോമോസോം. വെറാസ് ദ ഫീമെയിൽ ആകണോ, ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാ ഗമീറ്റുകൾക്കും എക്സ് ക്രോമോസോം ആയിരിക്കും. ഉദാഹരണത്തിന് ഗ്രാസ് ഹോപ്പേഴ്സും ഇൻസെക്ട്സുമാണ്. ഇതുപോലെ ഡ്രോസോഫില മാൻ ഇവയിലാകട്ടെ അത് XY XX ടൈപ്പാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? മെയിൽ വിൽ പ്രൊഡ്യൂസ് 50% of gametes having X chromosome and 50% of sperms having Y chromosome. But female will produce only eggs with X chromosome. ഇത്തരത്തിൽ അടുത്ത ഫീമെയിൽ ഹെട്രോഗമിയിലേക്ക് വരുമ്പോൾ ബേർഡ്സ് ആണ് അതിന് ടിപ്പിക്കൽ എക്സാമ്പിൾ. ഫീമെയിൽ ഹെട്രോഗമിയിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമാണ്, male bird will produce only 1 type of gamete, all having Z chromosome. But female bird will produce 2 types of gametes. 50% of the ova will carry Z chromosome and the 50% of ova will carry W chromosome. വളരെ വ്യക്തമാണ് ഇവിടെ. അപ്പോൾ മെയിൽ ഹെട്രോഗമിയും ഫീമെയിൽ ഹെട്രോഗമിയും തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ചോദ്യം അവിടെ വരാം. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസംസ് 3 ടൈപ്പ് ഉണ്ട്, അത് 3ഉം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതിൻ്റെ എക്സാമ്പിൾസും എല്ലാം നന്നായി പഠിക്കുക. അടുത്ത പാഠ്യഭാഗം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് പെഡിഗ്രി അനാലിസിസിനെ കുറിച്ചാണ്. ഒരു ഫാമിലിയിൽ ഒരു പർട്ടിക്കുലർ ഫീനോടൈപ്പ് എപ്രകാരമാണ് അത് പാസ് ഓൺ ചെയ്യുന്നത്, ഓരോ ജനറേഷനിലും എങ്ങനെയാണ് പാസ് ഓൺ ചെയ്യുന്നത്, ഇതാണ് പെഡിഗ്രി അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ചില സിംബൽസ്, പെഡിഗ്രിക്ക് സാധാരണ ഉപയോഗിക്കുന്ന ചില സിംബൽസ് ഉണ്ട്. സ്ക്വയർ ആണെങ്കിൽ
ഈ പെഡിഗ്രി അനാലിസിസിലെ സ്ക്വയർ സിമ്പിൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? മെയിൽ. സർക്കിൾ ആണെങ്കിൽ ഫീമെയിൽ. ഇതുപോലെ ഒരു ഡയമണ്ട് ഷേപ്പ് ആണെങ്കിൽ സെക്സ് അൺസ്പെസിഫൈഡ് ആണ്. പക്ഷേ ഇവയെല്ലാം ഷെയ്ഡഡ് ആയി കാണിക്കുകയാണെങ്കിലോ അതെല്ലാം അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ആണ്. ഇത് അഫക്റ്റഡ് മെയിൽ, ഇത് അഫക്റ്റഡ് ഫീമെയിൽ, ഇത് അഫക്റ്റഡ് അൺസ്പെസിഫൈഡ് സെക്സ്. പിന്നെ മെയിലും ഫീമെയിലും തമ്മിൽ ഇതുപോലെ ഒരു ലിങ്ക് വന്നു കഴിഞ്ഞാൽ അതാണ് മീറ്റിംഗ്. 2 ലൈൻ വഴി ഒരു ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? അത് മീറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് ആണ്, അല്ലെങ്കിൽ കോൺസാങ്ക്വീനിയസ് മീറ്റിംഗ് ആണ്. ഇതുപോലെ തന്നെ ഇവിടെ കാണാം ഒരു ഫാമിലി, ഒരു സ്മോൾ ഫാമിലിയുടെ അവർ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. ഫാദർ, മദർ, അവർക്ക് 2 കുട്ടികളാണ്, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും. സപ്പോസ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഷെയ്ഡഡായി കാണിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പാരൻസ് വിത്ത് മെയിൽ ചൈൽഡ് ആണ്. ഇവിടെ കണ്ടോ സ്ക്വയർ, അത് ഷെയ്ഡഡായി കാണിച്ചിരിക്കുന്ന. അപ്പോൾ ആ കുട്ടിക്ക് അസുഖമുണ്ട്, അത് അഫക്റ്റഡ് ആയിട്ടുള്ള മെയിൽ ഇൻഡിവിജ്വൽ ആണ്. ഇനി ഏതെങ്കിലും ഒരു നമ്പർ, ഇത്തരത്തിലുള്ള ഒരു ഷേപ്പിനകത്ത് ഒരു നമ്പർ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? 5 അൺഅഫക്റ്റഡ് ഓഫ് സ്പ്രിങ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ പെഡിഗ്രി അനാലിസിസ് വളരെ നന്നായി പഠിക്കുക, അതിൻ്റെ സിമ്പിൾസ് പഠിക്കുക. സാധാരണ ഈ 2 പെഡിഗ്രി ചാർട്ടുകളാണ് നിങ്ങൾക്ക് ചോദിക്കാറ്. ഈ പെഡിഗ്രി ചാർട്ട് കണ്ടാൽ നിങ്ങൾക്ക് അറിയണം ഇതെന്താണ്. ഇതൊരു ഓട്ടോസോമൽ ഡോമിനൻറ്റ് ട്രേറ്റ് ആണ്, മയോട്ടോണിക് ഡിസ്ട്രോഫിയാണ് ഡിസീസ്. അതുപോലെ ഈ പർട്ടിക്കുലർ പെഡിഗ്രി ചാർട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിലോ നിങ്ങൾ വ്യക്തമായി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം, നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇത് ഓട്ടോസോമൽ റിസസീവ് ട്രേറ്റ് ആണെന്നും ഇത് സിക്കിൾ സെൽ അനീമിയാണ് അതിന് എക്സാമ്പിൾ എന്നും. അപ്പോൾ ഇതെല്ലാം ഒരു മാച്ചിങ് ആയിട്ട് എല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ഡയഗ്രാം കൊടുത്തും ചോദിക്കാം, ഡയഗ്രാം ഇല്ലാതെയും ചോദിക്കാം. നന്നായി പഠിക്കുക, മനഃപ്പാഠമായി തന്നെ പഠിക്കുക. അടുത്തതായി ജനറ്റിക് ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. ജനറ്റിക് ഡിസോർഡേഴ്സ്, they are classified into Mendelian disorders and chromosomal disorders. Mendelian disorders and examples ഏതെല്ലാമാണ്? ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ഫീനൈൽ ക്യൂറ്റിനുറിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്, തലാസേമിയ, കളർ ബ്ലൈൻഡ്നെസ്. ഇതെല്ലാം തന്നെ മെൻഡേലിയൻ ഡിസോർഡർ ആണ്. ഒരു ജീനിന് വരുന്ന ഡിഫക്റ്റ് അതുവഴി ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് ആണ് മെൻഡേലിയൻ ഡിസോർഡേഴ്സ്. എന്നാൽ എന്താണ് ക്രോമോസോമൽ ഡിസോർഡേഴ്സ്? തീർത്തും വ്യത്യസ്തമാണ്. ഒരു ക്രോമോസോമിൻ്റെ ഡിലീഷനോ അഡീഷനോ എല്ലാം വഴി ഒരു ക്രോമോസോമിൻ്റെ കൂടുതലായി വരുന്നതോ കുറഞ്ഞു പോകുന്നതോ വഴിയൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. അത്തരത്തിലുള്ള ജനിതക വൈകല്യങ്ങളെയാണ് നമ്മൾ ക്രോമോസോമൽ ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജീനിന് വരുന്ന മാറ്റങ്ങളാണ് മെൻഡേലിയൻ ഡിസോർഡർ. എന്നാൽ ഒരു ക്രോമോസോമിൻ്റെ എണ്ണത്തിൽ വരുന്ന മാറ്റങ്ങളാണ് ക്രോമോസോമൽ ഡിസോർഡർ. ഇതിൽ പലപ്പോഴും സെലക്ട് ദ ഓഡ് വൺ എന്നൊക്കെ പറഞ്ഞാണ് ചോദിക്കാറ്. ഒരു ലിസ്റ്റ് ഓഫ് ജനറ്റിക് ഡിസോർഡേഴ്സ് തന്ന് ഇതിലേതാണ് മെൻഡേലിയൻ ഡിസോർഡർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിലേതാണ് ക്രോമോസോമൽ ഡിസോർഡർ എന്ന് ചോദിക്കാം. ഇത് നല്ല വ്യക്തമായി പഠിച്ചു വയ്ക്കണം ഈ ക്ലാസിഫിക്കേഷൻ. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഹീമോഫീലിയയെക്കുറിച്ചാണ്. ഹീമോഫീലിയ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഇറ്റ് ഈസ് എ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ്. സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസായ ഹീമോഫീലിയ മെയിൽ പ്രോജനിയിലാണ് പലപ്പോഴും കണ്ടുവരുന്നത്. ട്രാൻസ്മിഷൻ ഈസ് ഫ്രം അൺഅഫക്റ്റഡ് കാരിയർ ഫീമെയിൽ ടു സം ഓഫ് ദ മെയിൽ പ്രോജനി. In this disease, a single protein which is part of a cascade of proteins involved in blood clotting. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായ ഒരു പ്രോട്ടീൻ്റെ കുറവാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതുവഴി ബ്ലഡ് ക്ലോട്ടിങ് നടക്കാതെ വരുന്ന ഒരു പ്രതിഭാസം, ഒരു അസുഖമാണ് ഹീമോഫീലിയ. ഇവിടെ ഹെറ്ററോസൈഗസ് ഫീമെയിൽസ് ആണ് പലപ്പോഴും കാരിയേഴ്സ് ആയിട്ട് വർത്തിക്കുന്നത്. അവരാണ് അവരുടെ ഏതെങ്കിലും ഒരു മക്കൾക്ക്, ഒരു ആൺകുട്ടിക്ക് ഈ അസുഖം പാസ് ഓൺ ചെയ്യുന്നു. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു ഫീമെയിൽ ഹീമോഫീലിക് ആകാനുള്ള സാധ്യത വളരെ വിരളമാണ്. ചോദിക്കും, എങ്ങനെയാണ് ഒരു ഫീമെയിലിന് ഹീമോഫീലിയ വരുന്നത്, അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ടോ? അപ്പോൾ നിങ്ങൾ എഴുതണം, റെയർ സിറ്റുവേഷൻ ആണ്. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ഫാദർ അഫക്റ്റഡ് ആയിരിക്കണം. മാത്രമല്ല ഫീമെയിൽ അറ്റ്ലീസ്റ്റ് ഒരു കാരിയർ എങ്കിലും ആകണം. എന്നാൽ മാത്രമേ
ഒരു ഡോട്ടർ അല്ലെങ്കിൽ ഒരു മകൾക്ക് ഈ ഹീമോഫീലിയ വരികയുള്ളൂ. നമുക്ക് ഈ ചാർട്ടിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ഈ ചാർട്ടിൽ വളരെ വ്യക്തമാണ് എങ്ങനെയാണ് ഹീമോഫീലിയ പാസ് ഓൺ ചെയ്യുന്നതെന്ന്. ഇതാണ് കാരിയർ ഫീമെയിൽ. ഇവിടെ ഒരു ഹീമോഫിലിക് ജീൻ ഉണ്ട്. ഒരു എക്സ് ക്രോമോസോം, ഈ ഫീമെയിലുള്ള ഒരു എക്സ് ക്രോമോസോമിൽ, ആ പെയർ ഓഫ് എക്സ് ക്രോമോസോമിൽ ഒന്നിൽ ഹീമോഫിലിക് ജീനാണുള്ളത്. അപ്പോൾ അത് പാസ് ഓൺ ചെയ്ത് വഴി എന്താണ് സംഭവിക്കുന്നത്? അവർക്കുണ്ടാകുന്ന 4 പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്? വൺ സൺ ഈസ് വിത്തൗട്ട് ഹീമോഫീലിയ, വൺ ഡോട്ടർ ഷീ ക്യാൻ ബി എ കാരിയർ, ദർ ഈസ് എ സൺ ഹാവിങ് ഹീമോഫീലിയ, ആൻഡ് ദർ ഈസ് അനദർ ഡോട്ടർ who does not carry hemophilic gene. അപ്പോൾ ഇവരിൽ നിന്ന് ഏതെല്ലാം ഗമീറ്റ്സ് ആണ് പോസിബിൾ എന്നതനുസരിച്ചാണ് നമ്മളിതെല്ലാം ഈ നിഗമനങ്ങളിൽ എത്തുന്നത്. അപ്പോൾ ഹീമോഫീലിയ സാധാരണയായി കണ്ടുവരുന്നത് ഒരു കാരിയർ മദറിൽ നിന്ന് അവരുടെ ഏതെങ്കിലും ഒരു ആൺകുട്ടിക്കാണ്. സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ ഒരു ഓട്ടോസോമൽ റിസസീവ് ട്രേറ്റ് ആണ്. ഹെട്രോസൈഗസ് ഇൻഡിവിജ്വൽസ് ഇവിടെ കാരിയേഴ്സ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്കറിയാം ഈ ഡിസീസ് കൺട്രോൾ ചെയ്യുന്നത് 2 പെയർ അലീൽസ് ആണ്, HBAയും HBS. ഇവിടെ HBS ഇൻഡിവിജ്വൽസ് എല്ലാം ഡിസീസ്ഡ് ഇൻഡിവിജ്വൽസ് ആണ്. അവർ റെസിസീവ് ആണ്, അവർ ഡിസീസ്ഡ് ഇൻഡിവിജ്വൽസ് ആണ്. എന്നാൽ HBA, HBS they will act as carriers, and HBA they will remain normal or they are unaffected. So HBA individuals, they are normal, they are unaffected. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ഈ ചിത്രത്തിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ ഇത് ഒരു നോർമൽ ജീനാണ്, ഇതൊരു അബ്നോർമൽ സിക്കിൾസ് അനീമിയ ഉള്ള ഒരു ജീനാണ്. ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന mRNAകൾ വ്യത്യസ്തമാണ്. നോർമൽ mRNAയിൽ എങ്ങനെയാണ്? അത് HBA പെപ്റ്റൈഡ് ഉണ്ടാക്കുന്ന നോർമൽ mRNAയിൽ GAG എന്ന കോഡോൺ ആണ്. എന്നാൽ അബ്നോർമൽ mRNA ഇവിടെ ഒരു ബേസ് മാത്രം മാറിയത് വഴിയാണ് അവിടെ സംഭവിച്ചത്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? GAGക്ക് പകരം GUG എന്ന കോഡോൺ ആണ്. GAG എന്ന കോഡോൺ അവിടെ ഗ്ലൂട്ടാമിക് ആസിഡ് ആണ് എന്ന അമിനോ ആസിഡിനാണ് രൂപം കൊടുക്കുക. എന്നാൽ GUG ആണെങ്കിലോ 6th പൊസിഷനിൽ വെലൈൻ എന്ന അമിനോ ആസിഡ്. ഇവിടെ 2 പെപ്റ്റൈഡുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 2 പെപ്റ്റൈഡുകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ HBA പെപ്റ്റൈഡ് നോർമൽ HBA പെപ്റ്റൈഡിൽ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്. പക്ഷേ അബ്നോർമൽ HBS പെപ്റ്റൈഡിലാകട്ടെ 6th പൊസിഷനിൽ വെലൈൻ ആണ്. സോ glutamic acid in the 6th position, it is replaced by valine. അപ്പോഴാണ് അത് HBS പെപ്റ്റൈഡ് ആകുന്നത്. അതാണ് സിക്കിൾ സെൽ അനീമിയ എന്ന ആ ഡിസീസ് കണ്ടീഷന് കാരണം. അതായത് അബ്നോർമലായിട്ടുള്ള ഹീമോഗ്ലോബിൻ അവിടെ രൂപപ്പെടുകയും ആ RBC സിക്കിൾ ഷേപ്പിലേക്ക് മാറുന്നു. ഒരു ഓക്സിജൻ ഡെഫിഷ്യൻസി വരുന്ന ഒരു ഘട്ടത്തിൽ അത് വളരെയധികം സിക്കിൾ ഷേപ്പിലേക്ക് അത് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി എല്ലാം നഷ്ടമാകുന്നു. ഫീനൽ കീറ്റനൂറിയ എന്ന ജനറ്റിക് ഡിസീസ്, ഇതൊരു മെൻഡേലിയൻ ഡിസോർഡർ ആണ്. ഇതൊരു ഓട്ടോസോമൽ റെസിസീവ് ട്രേറ്റ് ആണ്. ഓട്ടോസോമൽ റെസിസീവ് ആണ്. ഇതെല്ലാം മറക്കാതെ പഠിക്കണം. ഏതാണ് സെക്സ് ലിങ്ക്ഡ്? ഹീമോഫീലിയ. ഏതാണ് ഓട്ടോസോമൽ റെസിസീവ്? ഇപ്പോൾ പറഞ്ഞത് ഒന്ന് അല്പം മുമ്പ് പറഞ്ഞ സിക്കിൾ സെൽ അനീമിയ, പിന്നെ ഈ ഫീനൽ കീറ്റനൂറിയ. നല്ല വണ്ണം പഠിക്കുക. എന്താണ് ഇതിന് കാരണം? അഫക്റ്റഡ് ഇൻഡിവിജ്വൽ വിൽ ലാക്ക് ആൻ എൻസൈം ദാറ്റ് കൺവേർട്ട് അമിനോ ആസിഡ് phenylalanine into tyrosine. As a result of this, phenylalanine is accumulated and converted into phenyl pyruvic acid and other derivatives. So this accumulation of these substances in the brain will result in mental retardation. And finally, these substances are excreted through urine also. So phenylketonuria ഇതൊരു ഓട്ടോസോമൽ റിസസീവ് ട്രേറ്റ് ആണെന്നും ഇത് ഒരു പ്രത്യേക എൻസൈമിൻ്റെ അപര്യാപ്തത വഴി ഉണ്ടാകുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണെന്നും പഠിക്കുക. അവസാനമായി ക്രോമോസോമൽ ഡിസോർഡേഴ്സ് പഠിക്കാൻ വളരെ എളുപ്പമായ ഒരു മാർഗമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം 3 ക്രോമോസോമൽ ഡിസോർഡേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഡൗൺ സിൻഡ്രോം, ക്ലൈനിഫിൽട്ടർ സിൻഡ്രോം, ടേർണർ സിൻഡ്രോം. ഇതെല്ലാം ഒരു കമ്പാരിസൺ വഴി, ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി വഴി വളരെ വ്യക്തമായി നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം. ഡൗൺ സിൻഡ്രോമിൽ എത്രയാണ് ക്രോമോസോം നമ്പർ? 47.
നോർമൽ 46 ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ ഡൗൺ സിൻഡ്രോമിൽ 21 ട്രൈസോമിയാണ്. 21st പെയർ അവിടെ ഒരു അഡീഷണൽ ക്രോമോസോം വരികയാണ്. സോ ദിസ് ഈസ് ദ കാരിയോടൈപ്പ് കണ്ടീഷൻ. 44A സാധാരണ 44 ആണ് വരേണ്ടത്, പക്ഷേ ഇവിടെ 44A + XX ഓർ 45A + XY. സിംറ്റംസ് മറക്കാതെ പഠിക്കുക. ഞാനിതെല്ലാം വായിക്കുന്നില്ല, ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ക്ലിനിഫിൽട്ടർ സിൻഡ്രോം, നമ്പർ ഓഫ് ക്രോമോസോംസ് വിൽ ബി 47 ആൻഡ് കാരിയോടൈപ്പ് ഈസ് 45A + XXY. ഒരു അഡീഷണൽ എക്സ് ക്രോമോസോം വരുന്നതാണ് ക്ലിനിഫിൽട്ടർ സിൻഡ്രോമിന് കാരണം. ഫെമിനൈൻ ഡെവലപ്മെൻറ്റ്, ഗൈനക്കോമാസ്റ്റിയ, ഇതെല്ലാമാണ് ഇതിൻ്റെ സിംറ്റംസ്. പഠിക്കണം. അടുത്തതായി ടേർണേഴ്സ് സിൻഡ്രോം. ടേർണേഴ്സ് സിൻഡ്രോം വീണ്ടും പഠിക്കുക. നമ്പർ ഓഫ് ക്രോമോസോംസ് വിൽ ബി 45. ഇൻസ്റ്റെഡ് ഓഫ് 46 ഇറ്റ് വിൽ ബി 45. എന്താണ് 45 ആവാൻ കാരണം? നിങ്ങൾക്കറിയാം, ഇവിടെ XO കണ്ടീഷനാണ്. അതായത് സെക്സ് ക്രോമോസോമിൽ ഒരു എക്സ് ക്രോമോസോം അപര്യാപ്തത. അതായത് ഇവിടെ ഫീമെയിൽസ് ആണ്, ദേ വിൽ ബി സ്റ്റെറൈൽ. കാരണം ഒരു എക്സ് ക്രോമോസോം ഇല്ല. അതുകൊണ്ട് ഫെമിനൈൻ ക്യാരക്ടേഴ്സ് എല്ലാം റുഡിമെൻ്ററി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ചാർട്ട് നല്ല രീതിയിൽ പഠിച്ചാൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നല്ല രീതിയിൽ ഈ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം റിവൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും. തുടർന്നും മറ്റ് ചാപ്റ്റേഴ്സിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.